ഞാൻ ഈ പറഞ്ഞില്ല, ബാല്യകാലം മുതലേ ഉള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു ഉപകരണമാണ്. പക്ഷേ കാലക്രമേണ പുതിയ ടെക്നോളജികൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ ഈ വീഡിയോ കാസറ്റ് ഒന്നും കിട്ടാത്തതിൻ്റെ കാരണം വെച്ചാൽ എല്ലാവരും CD പ്ലെയർ VCD പോയപ്പോഴത്തേക്ക് ഈ VCR യുഗം അവസാനിച്ചു. 2004 VCR യുഗം അവസാനിച്ചു. ഞങ്ങളും VCRനോട് ഗുഡ് ബൈ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 2017 എൻ്റെ വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വൈഫിൻ്റെ അമ്മാവൻ എൻ്റെ ഒരു വീഡിയോ കേസറ്റ് കൊണ്ടുതന്നിട്ട് പറഞ്ഞു, പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന സമയത്തുള്ള കേസറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സപ്തതി ആഘോഷത്തിൻ്റെ. അപ്പോൾ അതിൽ എൻ്റെ വൈഫിന് അന്ന് 2-3 വയസ്സേ ഉള്ളൂ. എല്ലാ ബന്ധുമിത്രാദികളും പങ്കെടുത്ത വലിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പുള്ളിക്ക് ഇപ്പം കാണാനായിട്ട് പ്ലെയറുകളൊന്നുമില്ല, ഒന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം അമ്മാവൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ടും എനിക്ക് നോ പറയാൻ പറ്റിയില്ല. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള, ബേസിക്കലി ഇലക്ട്രോണിക്സ് ആണ് എൻ്റെ പ്രൊഫഷൻ. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്നും VCRൽ എങ്ങനെ പ്ലേ ചെയ്യണമെന്നുള്ളതൊക്കെ അറിയാമെങ്കിലും എൻ്റെ കയ്യിൽ അപ്പോൾ പ്ലെയറോ നല്ല ക്യാപ്ചർ കാർഡോ നല്ല കമ്പ്യൂട്ടറോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി എൻ്റെ കയ്യിൽ പ്ലെയറൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പഴയ ഒരു VHS പ്ലെയർ എനിക്ക് കൊണ്ടു തന്നു. അപ്പോൾ പറഞ്ഞു ഒരു 10-12 കേസറ്റ് മാത്രമേ അതിൽ പ്ലേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇത് റിപ്പയർ ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ സ്പെയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ രീതിയിൽ സർവീസിങ് ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു TVയുടെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രയോജനപ്പെടുത്തുക. എങ്കിലും ഈ കേസറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാനായിട്ട് ഒരു ശ്രമം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് തുടക്കം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.